ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുവാൻ ആഗ്രഹിച്ച ഒരാൾ പുസ്തകശാലയിൽ ചെന്ന് അയാളുടെ ആവശ്യമറിയിച്ചു. ഈ ഷെൽഫിൽ ഇരിക്കുന്ന പുസ്തകങ്ങളെല്ലാം ഇംഗ്ലീഷ് പഠിക്കുവാൻ ഉതകുന്നവയാണ്. ഏതു വേണമെങ്കിലും എടുക്കാം. വന്നയാൾ ഓരോ പുസ്തകവും എടുത്തു നോക്കി. എന്നിട്ട് ചോദിച്ചു, ഇതിൽ ഏത് പുസ്തകമാണ് ഏറ്റവും മെച്ചമായത്? പുസ്തകശാല ഉടമ പറഞ്ഞു, ഓരോന്നിനും അതിൻ്റേതായ കുറവുകളുണ്ട്. ഇതുകൊണ്ടൊന്നും നന്നായി പഠിക്കണമെന്നില്ല. ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാട്ടിൽ താമസിച്ച് പഠിക്കുന്നതാണ് നല്ലത്. ഇതുപോലെയാണ് പ്രാർത്ഥനയും. പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ടോ പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടോ പ്രയോജനപ്പെടണമെന്നില്ല. നാം തന്നെ പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തി അതിൽ ജാഗരിക്കണം. ദൈവവുമായി ഹൃദയം തുറന്ന് സംസാരിക്കാനും അവിടുത്തെ സന്നിധിയിൽ ശാന്തമായി കാത്തിരിക്കാനും ശീലിക്കണം. ദൈവത്തോടു കൂടെ എല്ലായ്പ്പോഴും ആയിരിക്കുന്നു എന്ന ബോധ്യം വളർത്തണം. അവിടുത്തെ കരങ്ങളിൽ ഉറങ്ങുകയും ഉണരുകയും ജോലി ചെയ്യുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന അനുഭവമാകണം. പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തനം നിഷ്ഫലമാണ്. എന്തോ ചിലതൊക്കെ ചെയ്തുകൂട്ടി എന്ന് ചിന്തിക്കുവാനല്ലാതെ നിറഞ്ഞ സംതൃപ്തി അനുഭവപ്പെടുകയില്ല. പ്രാർത്ഥനയുടെ അഭാവം പ്രവൃത്തി കൊണ്ട് നികത്താമെന്ന് ചിന്തിക്കരുത്. പ്രവർത്തനത്തിനുള്ള കരുത്താണ് പ്രാർത്ഥന. ജീവിതത്തിലെ ദുഃഖദുരിതങ്ങളിലും സന്തോഷങ്ങളിലും നല്ലവനും സ്നേഹവാനുമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയം അർപ്പിക്കുവാൻ കഴിയണം. ജലത്തിൽ മത്സ്യം എന്ന പോലെ എപ്പോഴും ദൈവത്തിൽ വ്യാപരിക്കുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ അവാച്യമായ ശക്തി നമ്മിലേക്ക് കടന്നെത്തുക തന്നെ ചെയ്യും. യാക്കോബ് 5:16. നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.